ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങളാൽ ന്യൂസ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം നല്ലൊരു സമ്മറി ആയിട്ട് നമ്മുടെ എല്ലാ ഫ്രൈഡേസും നമ്മൾ ആ വീക്കിൻ്റെ സമ്മർ ഉൾപ്പെടെയാണ് ന്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റി ഇന്ന് വീണ്ടും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമായിരുന്നു. ഇടയ്ക്ക് നിഫ്റ്റി നെഗറ്റീവിലാണ് പോയെങ്കിലും അവസാനം ക്ലോസ് ചെയ്തപ്പോൾ 24,741 ക്ലോസ് ചെയ്തു. 6 പോയിൻറ്റ്സിൻ്റെ ഗെയിനിൽ ആണ് ഇന്നുണ്ടായത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 39 പോയിൻറ്റ്സ് ഉയർന്ന് 54,114 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 57,075 ക്ലോസ് ചെയ്തപ്പോൾ 116 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 17,655 ക്ലോസ് ചെയ്തപ്പോൾ 33 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 10.78 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 7 പോയിൻറ്റ്സിൻ്റെ ഇടിവാണെന്ന് കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് 0.01% വ്യത്യാസം വന്നിട്ടുള്ളൂ. എന്നാലും 80,710 ക്ലോസ് ചെയ്തത്. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA 1,821 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയപ്പോൾ FII സെല്ലിംഗ് തുടരുകയാണ്. 1,304 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. ഇന്നലെ DIA 2,233 കോടി രൂപയുടെ ബൈ ആയിരുന്നു. FII 106 കോടി രൂപയുടെ സെല്ലായിരുന്നു ഇന്നലെ നടത്തിയത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,625 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,571 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,714 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,734 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ 24,741 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഈ ആഴ്ച ആകെ 314 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 1.29% ഉയർച്ചയാണ് നിഫ്റ്റി 50 ഈ ആഴ്ച കാഴ്ചവെച്ചത്. പൊതുവെ നല്ലൊരു ട്രേഡ് വീക്കായിരുന്നു. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബർ 25,810 നിന്ന നിഫ്റ്റി ഇന്ന് 24,741 നിൽക്കുമ്പോൾ 1.96% ലോസ് ആണ് കഴിഞ്ഞ 12 മാസമായി നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,741 ക്ലോസ് ചെയ്തപ്പോൾ 4.20% പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും DIA നെറ്റ് ബയേഴ്സ് ആയിരുന്നു. മാർക്കറ്റിന് നല്ല സപ്പോർട്ടാണ് DIA ഈ ആഴ്ച നൽകിയത്. FII എന്നാൽ എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എന്നാൽ FII കാട്ടിയും 2 ഇരട്ടിയിൽ കൂടുതൽ ബൈ DIA നടത്തിയത് കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സഹായിച്ചു. DIA 13,444 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഈ ആഴ്ച. FII 5,666 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഈ ആഴ്ച. ഈ ആഴ്ചത്തെ മറ്റുള്ള ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 0.86% റാലി കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് ടോട്ടൽ ഈ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ 2.42% റാലി കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 2.49% റാലി കണ്ടു. സെൻസെക്സ് 1.13% റാലിയാണ് കാണാൻ സാധിച്ചത്. ഈ 4 സെക്ടേഴ്സും ഈ ആഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 26,320 ക്ലോസ് ചെയ്തപ്പോൾ 325 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 34,297 ക്ലോസ് ചെയ്യുമ്പോൾ 13 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 35 പോയിൻറ്റ്സ് ഉയർന്ന് 25,889 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 56,292 ക്ലോസ് ചെയ്യുമ്പോൾ 811 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 14,487 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8,955 ക്ലോസ് ചെയ്തപ്പോൾ 17 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 507 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് കാണാൻ സാധിച്ചത്. 34,635 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1620 ക്ലോസ് ചെയ്യുമ്പോൾ 9 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 65 പോയിൻറ്റ്സ് ഉയർന്ന് 9681 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10 പോയിൻറ്റ്സ് ഉയർന്ന് 10,933 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 9 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 21,924 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 6,855 ക്ലോസ് ചെയ്തപ്പോൾ 11 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 872 ക്ലോസ് ചെയ്തപ്പോൾ 10 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കാണാൻ സാധിച്ചത്. ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ മാത്രം എബോവ് 1% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഫോൾ ആണെന്ന് കാണാൻ സാധിച്ചത്. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ടോട്ടൽ നിഫ്റ്റി IT മാത്രമേ നെഗറ്റീവ് ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും
ഗ്രീനിലാണ് ക്ലോസ് ആയത്. നിഫ്റ്റി ഓട്ടോ 1359 ഗെയിനിൽ ഉണ്ടായി 26,320 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓട്ടോ 5.45% ഗെയിനാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. നിഫ്റ്റി എനർജി 1.96% ഗെയിൻ കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 1.26%, നിഫ്റ്റി FMCG 0.27%, നിഫ്റ്റി ഹെൽത്ത് കെയർ 0.96%, നിഫ്റ്റി ഇൻഫ്ര 0.93% ഗെയിനാണ് കാണാൻ സാധിച്ചത്. എന്നാൽ നിഫ്റ്റി IT 1.55% ഫോളാണ് കണ്ടത്. വീണ്ടും ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മീഡിയ 0.52% ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 5.75% റാലിയാണ് ഈ ആഴ്ച നടത്തിയത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.33%, നിഫ്റ്റി ഫാർമ 0.55%, നിഫ്റ്റി PSU ബാങ്ക് 1.47%, നിഫ്റ്റി റിയാലിറ്റി 0.20% റാലി ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1411 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1365 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യ മോട്ടോഴ്സ് 2.41% റാലി നടത്തി. M&M 2.34% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 1.68%, മാരുതി 1.64%, ഡോക്ടർ റെഡ്ഡി 1.33%, പവർ ഗ്രിഡ് 1.31%, റിലയൻസ് 1.21%, ഇറ്റേണൽ 1%, ടാറ്റ മോട്ടോഴ്സ് 0.87%, SBI ലൈഫ് 0.83% റാലി എന്ന് നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ITC 1.92% ഫോളോ ഉണ്ടായി. സിപ്ല 1.69%, HCL ടെക് 1.61%, TCS 1.54%, ടെക്കം 1.49%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.45%, ഇൻഫി 1.16%, L&T 1.08%, അപ്പോളോ ഹോസ്പിറ്റൽ 0.89%, ടൈറ്റൻ 0.84% ഫോളാണെന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് ഒരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഡെയിലി ഞാനൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പല പല അനാലിസിസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ യൂസ് കാണുമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിലേക്ക് ഞാൻ കടക്കാൻ ആരംഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഈ ആഴ്ചത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് കഴിഞ്ഞു. അടുത്ത ന്യൂസ് അപ്ഡേറ്റ് സമയം നമുക്ക് മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.